നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലും UR പ്രദീപും MLA-മാരെ സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. രാഹുൽ ആദ്യമായാണ് MLA ആകുന്നത്. രണ്ടാം തവണയാണ് പ്രദീപ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത്. എൻ ഷംസീർ ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് താക്കീതുമായി ഹൈക്കോടതി. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ടാണ് താക്കീത്. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുത്, സാമാന്യ ബുദ്ധി പോലും ഇല്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു. അധ്യാപകനും സാഹിത്യ നിരൂപകനുമായ MR ചന്ദ്രശേഖരൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. എറണാകുളത്തെ സാന്ത്വന പരിചരണ കേന്ദ്രത്തിൽ ഇന്ന് പുലർച്ചെ 1:15 മരണം സംഭവിക്കുന്നത്. ഹൃദയാഘാതമാണ് മരണകാരണം. 50-ലേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിരൂപണത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും വിവർത്തനത്തിന് MN സത്യാർത്ഥി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. നായാടി മുതൽ നസ്രാണി വരെ പുതിയ സാമൂഹിക കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ച് SNDP. തിങ്കളാഴ്ച മൈസൂരിൽ നടന്ന SNDP യോഗം നേതൃത്വ ക്യാമ്പിന്റെ സമാപനത്തിലായിരുന്നു ആഹ്വാനം. വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വച്ച ആശയം ക്യാമ്പ് ഐക്യകണ്ഠേന പാസ്സാക്കുകയായിരുന്നു. ഇത് രണ്ടാം തവണയാണ് നടേശൻ പുതിയ സാമൂഹിക രൂപീകരണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. കൊല്ലം ചെമ്മാമുക്കിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിന്റെ FIR റിപ്പോർട്ട് പുറത്ത്. സംശയരോഗമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ രാത്രിയാണ് പത്മരാജൻ ഭാര്യയായ അനിലയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുന്നത്. നാട്ടാനകൾക്ക് ദയാവധം നടപ്പാക്കാൻ ആലോചന. പ്രത്യേക സാഹചര്യങ്ങളിലാണ് ദയാവധം നടപ്പാക്കാൻ ആലോചിക്കുന്നത്. നിയമത്തിലെ പുതിയ ചട്ടഭേദഗതിയുടെ കരടിലാണ് ഇക്കാര്യം പറയുന്നത്. ഇങ്ങനെയുള്ള ദയാവധങ്ങൾ നടപ്പാക്കുന്നതിന് മുൻപ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി അത്യാവശ്യമാണ്. ഇനി മുതൽ ഷവർമ അടക്കമുള്ള ആഹാര സാധനങ്ങൾ വിൽക്കുമ്പോൾ അത് തയ്യാറാക്കിയതിന്റെ സമയവും തീയതിയും കൃത്യമായി പാക്കറ്റിൽ രേഖപ്പെടുത്തണമെന്ന് ഹൈക്കോടതി. ഈ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കാസർഗോഡ് +1 വിദ്യാർത്ഥിനി ദേവനന്ദ മരിച്ച സംഭവത്തിൽ മാതാവ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. സംഘർഷം നടന്ന ഉത്തർപ്രദേശിലെ സമ്പൽ സന്ദർശിക്കുന്നതിൽ നിന്നും തന്നെ വിലക്കിയത് അവകാശ ലംഘനമെന്ന് രാഹുൽ ഗാന്ധി. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിലാണ് സന്ദർശനം നടത്താൻ ഒരുങ്ങിയത്. അത് തന്റെ ഭരണഘടനാ അവകാശമാണെന്നും രാഹുൽ പ്രതികരിച്ചു. ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിക്കാട്ടിയായിരുന്നു കാറിന്റെ മുകളിൽ കയറി നിന്ന് രാഹുൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിനെ തിരഞ്ഞെടുത്ത BJP നിയമസഭാ കക്ഷിയോഗം. മഹാരാഷ്ട്രയിലെ വിധാൻസഭയിൽ നടന്ന യോഗത്തിലാണ് ഏകകണ്ഠമായി ഫട്നാവിസിനെ തിരഞ്ഞെടുത്തത്. നേരത്തെ തന്നെ ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കാൻ BJP കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു. സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. ഇന്ന് രാവിലെ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ ദർശനത്തിനെത്തിയപ്പോഴായിരുന്നു നാരായൺ സിംഗ് എന്നയാൾ വെടിയുതിർത്തത്. വീൽ ചെയറിലായിരുന്നു അദ്ദേഹം. വെടിയുതിർത്ത ആളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി. തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്.